സത്യത്തിൽ ഇതിൽ ഒരു രാഷ്ട്രീയ പ്രേരിതം ഒന്നുമില്ല. ഇതിൽ പിതാവില്ലാത്ത ഒരു കുട്ടി, ഉപ്പില്ലാത്ത കുട്ടി, ഉമ്മ ഗർഭിണിയായ സമയത്ത് പിതാവ് മരിക്കുന്നു. അങ്ങനെയുള്ള ആരാരുമില്ലാത്ത, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു കുട്ടിയെ അധ്യാപകൻ ഇരയായി തേടുന്നു. പാലത്തൈ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പാവാടിയിടുന്ന ഈ കുട്ടി, മഞ്ചാടി പെറുക്കാൻ മാത്രം ആഗ്രഹമുള്ള ഒരു കുട്ടി, മാതാ പിതാ ഗുരു എന്ന് സ്വന്തം റൂമിൽ എഴുതി രാത്രി ഉറങ്ങുമ്പോൾ കാണുന്നു, എഴുന്നേൽക്കുമ്പോൾ കാണുന്നു പിതാവ്, മാതാവ്, ഗുരു എന്ന് പറയുന്ന ഗണത്തിൽപ്പെടാത്ത ഇത്രക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി ഈ അതേ സ്കൂളിലെ, പാലത്തായ സ്കൂളിലെ പപ്പൻ മാഷ്, അതായത് പത്മരാജൻ മാഷ് പീഡിപ്പിച്ചു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു നീചമായ പ്രവൃത്തിയാണ്. കുട്ടിയുടെ 4-5 വർഷം പോയിട്ടുണ്ട്. അതിന് ജീവപര്യന്തം, മരണം വരെ ജീവപര്യന്തം എന്നുള്ളത് ഒത്തുപോകോ എന്നുള്ളതാണ് ആ കുട്ടി അനുഭവിച്ച വേദന. സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രേരിതോ കാര്യങ്ങളോ ഒന്നുമില്ല. ആരാരുമില്ലാത്ത ഒരു കുട്ടിയുടെ കൈപിടിച്ചുകൊണ്ട് കുട്ടി പറഞ്ഞതാണ് സത്യം എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് കോടതിയിൽ എത്തിച്ചു. അതിൽ ഏറെ എടുത്തു പറയേണ്ടത് ടി കെ രത്നകുമാർ സാറും അതോടൊപ്പം ഉണ്ടായിരുന്ന രമേശൻ സാറും അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ സംഘത്തെയാണ്. അവരാണ് ഇതിൽ കൃത്യമായ പോക്സോ ആക്ട് ഉണ്ടെന്നും കുട്ടി പറഞ്ഞതാണ് സത്യം എന്നും പറഞ്ഞതുകൊണ്ട് കോടതിയിൽ പോക്സോ ആക്ട് കൊടുത്ത് കോടതിക്ക് അത് ബോധ്യമായിരിക്കുന്നു. മരണം വരെ ജീവപര്യന്തം ആ പ്രതി കിട്ടിയിരിക്കുന്നു. ഏറെ സന്തോഷം.